നമസ്കാരം. ശ്രീലങ്കൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് പോവുകയാണ്. ശ്രീലങ്കയിലേക്ക് ഞങ്ങൾ വന്നത് ഫ്ലൈറ്റിനായിരുന്നു, എന്നാൽ ഇന്ന് തിരിച്ചു പോകുന്നത് ഷിപ്പിനാണ്. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് രണ്ട് മാർഗങ്ങൾ വഴി നമുക്ക് വരാൻ വേണ്ടി പറ്റുന്നതാണ്. ഒന്ന് ഷിപ്പ്, മറ്റൊന്ന് പറയുന്നത് ഫ്ലൈറ്റ്. അതിലേറ്റവും ചെലവ് കുറഞ്ഞത് ഷിപ്പ് തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ജാഫ്നയിലാണ്. കങ്കേസൻ തുറയിൽ നിന്നാണ് നമുക്ക് പോകാനുള്ള ഷിപ്പ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. അവിടുന്ന് ബസ് കയറിയിട്ട് നമുക്ക് പോവാം. തമിഴ് പുലികൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവരുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ജാഫ്ന. ഇവിടെയാണ് ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ 6:45 ഉള്ളൂ. ഈ സമയത്ത് തന്നെ നമുക്ക് അങ്ങോട്ട് ബസ് കിട്ടുമോ നോക്കാം. ആ ഭാഗത്താണ് കങ്കേസൻ തുറയിലേക്കുള്ള വണ്ടികൾ കിട്ടുക. ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ബസ് കയറി പോകാമെന്ന് കരുതി. ശ്രീലങ്ക എത്തിയതിന് ശേഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഴിച്ചത് ഇടിയപ്പമാണ്. പിന്നെ ഇടിയപ്പമുണ്ട്, അതോടൊപ്പം തന്നെ ഇതൊരു തേങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ്. പിന്നെ ഇവിടെ തന്നെ ചമ്മന്തി ഉണ്ട്. അപ്പം രാവിലെ തന്നെ കഴിച്ചതിന് ശേഷം പോകാം. കങ്കേസൻ തുറ ഈ ഭാഗത്ത് അധികം വലിയ ഹോട്ടലുകളൊന്നുമില്ല. ഇവിടെ തന്നെ കഴിച്ച് പോകുന്നത് തന്നെയാണ്. ഇത് ചിക്കൻ്റെ ഗ്രേവിയാണ്. 320 LKR ആണ് ഭക്ഷണത്തിനായത്. ഇന്ത്യൻ റുപ്പീസിലോട്ട് വരുമ്പോൾ അതൊരു 92 രൂപ. ഇനി ഇവിടെ തന്നെ കങ്കേസൻ തുറയിലേക്കുള്ള ബസ്സിന് കയറാം. ഇതിൻ്റെ ബോർഡ് നോക്കട്ടെ. ഇത് KKS കങ്കേസൻ തുറ തന്നെയാണ്. പക്ഷേ ആദ്യം പോകുന്ന വണ്ടി ഏതായിരിക്കും? ഇതിന് കയറണോ? ചോദിച്ചു നോക്കിയിട്ട് കയറാം. ഇത് എത്ര മണിക്ക് എടുക്കുന്ന നോക്കണ്ടേ? ഇത് തന്നെ ആകും. ഇതല്ല, ഇതിൽ KKS തന്നെ ഉണ്ട്. ഏറ്റവും പുറകിൽ പോവാം. ജാഫ്നയിൽ നിന്നും 18 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഒരു 40 മിനിറ്റ് കൊണ്ട് എത്തും. രാവിലെ ഇവിടെ ഷോപ്പുകളൊന്നും തന്നെ തുറന്നിട്ടില്ല. ബസ്സിൽ നല്ല തമിഴ് പാട്ടുകളൊക്കെയാണ്. $130 LKR ആണ് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ്. റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ്. അതുപോലെ ഇവിടെ അധികം കടകളൊന്നുമില്ല. ഒരു 2 ചെറിയൊരു ബേക്കറി മാത്രമുണ്ട് ഇവിടെ. അത് ആ ബീച്ചിൻ്റെ ഭാഗത്താണ്. നമുക്കുള്ള ഫെറീൻ്റെ ടെർമിനൽ വരുന്നതും ഇങ്ങോട്ട് തന്നെയാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ പോകാനുണ്ട്. കാങ്കേസൻ തുറ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യയിലേക്ക് പോകുന്ന ഒരു ഫെറി ഉച്ചയ്ക്ക് ഒരു 1:30 മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിൽ നിന്ന് അത് രാവിലെ 7 മണിക്ക് ഓൾറെഡി പുറപ്പെട്ടു. ഇവിടെ ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ എത്തും. അങ്ങനെ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നേരെ 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷനെത്തും. ഇവിടുന്ന് ഉച്ചയ്ക്ക് 1:45 നേരെ ഡയറക്റ്റായിട്ട് കൊളംബോയിലേക്കൊക്കെ ട്രെയിൻ ഉണ്ട്. രാത്രിക്കുണ്ട്, അതുപോലെ തന്നെ രാവിലെ ഉണ്ട്. ഇപ്പോൾ അവിടെ ഒരു ട്രെയിൻ നിൽക്കുന്നത് കാണാം. ഇത് രാത്രി 8 മണിക്ക് മൊറട്ടുവ ഭാഗത്തേക്ക് പോകുന്ന നൈറ്റ് മെയിലാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഈ ഫെറി സർവീസ് ഉള്ളത് തമിഴ്നാട്ടിലെ നാഗപട്ടണം മുതൽ ജാഫ്നയ്ക്കടുത്തുള്ള കാങ്കേസൻ തുറ വരെയാണ്. ഇവിടുന്ന് ഇന്ത്യയിലേക്ക് നമുക്ക് പോകാനുള്ള ഷിപ്പ് ഉള്ളത് ഉച്ചയ്ക്ക് 1:30 ചെക്കിൻ സമയം പറഞ്ഞത് രാവിലെ 9:30 മുതൽ 11 മണി വരെയാണ്. 11 മണിക്ക് ശേഷമാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിയാണ് ഇനിയിപ്പോൾ നടന്നു പോകാനുള്ളത്. ഒരു 800 മീറ്ററും കൂടെ ഉള്ളൂ. വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ നടന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ തന്നെ പുറത്ത് 2-3 ഓട്ടോകളൊക്കെ ഉണ്ട്. ഞങ്ങളിൽ ഒരു 3500 LKR ബാലൻസ് ഉണ്ട്. അതിനിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ മാറ്റുകയാണ്. INRലേക്ക് ആക്കണം. ഇവിടെ തന്നെ ഒരു ബാങ്കിൻ്റെ ഒരു വണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ ഇവിടെ തന്നെ ഒരു കഫേ ഉണ്ട്. ഈ ഭാഗത്ത് തന്നെ നിങ്ങൾ ഫെറി വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് സിമ്മ് എടുത്തിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ അതിൻ്റെ ഒരു കൗണ്ടറാണ് ഇവിടെയായിട്ട് കാണുന്നത്. പിന്നെ ഇവിടെ തന്നെ ATM ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പൈസ നമുക്ക് ഇവിടെ തന്നെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാം. 11 മണി സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചെക്കിങ് ഉണ്ടായിരുന്നു. അതിനുശേഷം ബോർഡിംഗ് പാസ് എടുത്തു. ഇമിഗ്രേഷൻ്റെ അവിടെ പോയി നമുക്കുള്ള ഡിപ്പാർച്ചർ സീലും കിട്ടി. ഇതാണ് ബോർഡിംഗ് പാസ്. ഇവിടെയാണ് ഇനിയിപ്പം വെയിറ്റ് ചെയ്യാനുള്ളത്. ഇത് മുഴുവനും AC തന്നെയാണ്. പുറത്താണെങ്കിൽ നല്ല ചൂടായിരുന്നു. ഇവിടെ രാവിലെ ഒരു 9 മണി കഴിയുമ്പോൾ തന്നെ നല്ല ചൂടാണ്. കറക്റ്റ് 12 മണി ഫെറി
ഷിപ്പ് ഇവിടെ ഉണ്ട്. ശുഭം. ഇതിലാണ് ഇനിയിപ്പോൾ യാത്ര ചെയ്യാനുള്ളത്. ഇതിലേക്ക് കയറി വരുന്ന ഭാഗത്തെ സീറ്റിംഗ് പൊസിഷനൊക്കെ ഇങ്ങനെയാണ്. നമ്മുടെ ലഗേജൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയാണ് വെക്കേണ്ടത്. നമുക്ക് ഈ ഒരു താഴത്തെ നിലയിലാണ് ശരിക്കും പറഞ്ഞാൽ സീറ്റൊക്കെ ഉള്ളത്. പക്ഷേ നമ്മളോട് പറഞ്ഞു മുകളിലും പോയി ഇരുന്നോളാൻ പറഞ്ഞു. ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. കാരണം ഒരുപാട് സീറ്റുകൾ വേക്കൻ്റ് ആയിട്ടുണ്ട്. ഇതിനെക്കാട്ടി എത്രയോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് മുകളിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ചെറിയൊരു ഭാഗമൊക്കെ ഉണ്ട്. ഈ മുകളിലേക്കാണ് നമ്മളുടെ ആ ഒരു സീറ്റൊക്കെ ഉള്ളത്. പിന്നെ ഇത് എല്ലായിടത്തും ഈ ഭാഗത്ത് കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും മുൻഭാഗം ഇവിടെയാണ്. ഇവിടെ ഒരു സ്ക്രീനൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും മുകളിലേക്ക് തന്നെ പോവുകയാണ്. എന്തായാലും നല്ലൊരു യാത്ര തന്നെയാണ് കിട്ടുക. ഇതാ നമ്മുടെ ഏരിയ ഇല്ലേ, അതിങ്ങനെയാണ്. ഇവിടെ ഞങ്ങളിതാ ഇവിടെയാണ് R1 R2 എന്നൊക്കെ കണ്ടത്. പക്ഷേ അവരോട് പറഞ്ഞതാ നിങ്ങൾ ഇവിടെ വേണമെങ്കിൽ ഇരുന്നോ, ഇവിടെ വേണമെങ്കിൽ ഇരുന്നോ. ഞങ്ങൾ എന്തായാലും ഇതാ ഇവിടെ ഇരിക്കുകയാണ്. ഈ ഭാഗത്താണ് നല്ല രീതിയിലായിട്ട് ഉള്ളത്. പിന്നെ ജാക്കറ്റൊക്കെ ഉള്ളത് സീറ്റിൻ്റെ താഴെ ഭാഗത്താണ്, അവിടെയാണുള്ളത്. പിന്നെ പ്ലഗ് പോയിന്റ് ഒന്നുമില്ല. AC ഒക്കെ നമ്മുടെ നോർമൽ AC ഇല്ലേ, സ്പ്ലിറ്റ് AC, അതാണ്. പിന്നെ ഇതിൻ്റെ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. ഇവിടുന്ന് ചെറിയൊന്നല്ല, നല്ല വ്യൂ ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇതിവിടുന്ന് മൂവ് ചെയ്യും. തൊട്ട് മുന്നിലായി ഒരു TV കാണാം. പിന്നെ ഇവിടെയാണ് ടോയ്ലറ്റൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇത്ര സ്പേസ് ഉള്ളൂ. ചെറിയൊരു ഭാഗത്താണ് ടോയ്ലറ്റ് വരുന്നത്. 1:30ക്കാണ് ഇവിടുന്ന് പുറപ്പെടേണ്ടത്. 12:20 ആകുമ്പോഴേ എടുത്തു. എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ കുറവാണല്ലോ, അതുകൊണ്ട് നേരത്തെ എടുത്തു. 5:30ക്കാണ് അവിടെ എത്തേണ്ടത്. ഇപ്പം നേരത്തെ പുറപ്പെട്ടതുകൊണ്ട് ഇനി ഒരു 4 മണി സമയമാകുമ്പോഴേ മിക്കവാറും എത്തും. നമ്മൾ ആ ഒരു ബസ്സിലാണ് അവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് വന്നത്. ഈ ആൾക്കാരത് ഇല്ലാത്തതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആണല്ലേ. അത് മാത്രമല്ല, ഈ എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 11 മണിക്കാണ് ക്ലോസ് ടൈം വരുന്നത്. ആകുമ്പോഴത്തേക്ക് എല്ലാവരും വന്നു. അതെ. അപ്പൊ ഇതാ ശ്രീലങ്കയോട് വിട പറയാനുള്ള സമയം ആയിരിക്കുന്നു. ഇതിൻ്റെ മുകൾ ഭാഗത്താണ് പിന്നെയും നല്ലൊരു വിൻഡോ ഉള്ളത്. കാരണം ബാക്കി താഴെ ഭാഗത്തെല്ലാം ഒരുമാതിരി എന്തൊക്കെയോ ഈ മൊത്തം അഴുക്ക് പിടിച്ചിരിക്കുക. നമുക്ക് നല്ലൊരു വ്യൂ കിട്ടില്ല. കങ്കേശൻ തുറയിലെ ഫിഷിംഗ് ഹാർബറാണ് ഈ കാണുന്നത്. ഇപ്പം നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത്. ഇനിയിപ്പം കടലിൻ്റെ സ്വഭാവമൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് തന്നെ കാണണം. ഇപ്പോൾ വലിയ കുലുക്കോ ഒന്നും തന്നെ ഇല്ല. ഈ സൈഡിലത്തെ വിൻഡോ കണ്ട നമുക്ക് അധികം വ്യക്തമേ അല്ല. ഇത് അത്യാവശ്യത്തിന് നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ഈ ഡോർ ഇവിടെ ക്ലോസ് ആണ്, പക്ഷേ നമുക്ക് ഇവിടുന്ന് കാണാം. നേവിയാണിത്. ഏകദേശം ഒരു ഇവിടം വരെ ഇതിൻ്റെ കൂടെ തന്നെ ഇവരുണ്ടാകും. അവരവിടെ നിന്ന് ഇനി ഇപ്പോൾ റിട്ടേൺ പോവുകയാണ്. ഒരു ഇൻ്റർനാഷണൽ ജേണി തന്നെയാണല്ലോ. നേവിൻ്റെ ഷിപ്പുകൾ അവിടെ കാണാം. താഴെ ഭാഗത്ത് ഇതാ ഇവിടെ പിന്നെയും നല്ലൊരു ക്ലിയർ ഉണ്ട്.
താഴെ ഇരുന്നാൽ അത്രയും നല്ല രീതിയിൽ കടലിൻ്റെ ആ ഒരു കാഴ്ച കാണാം. ഇവിടെയും ആരും ഇല്ല, അധികം ഒന്നും ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ കാണാം. നല്ല കൂളിംഗ് ഉണ്ട് ഇവിടെ ആയാലും മുകളിലായാലും. സീറ്റ് നമ്പറൊക്കെ ഇതാ ഇവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇതുവരെ കടൽ ശാന്തം തന്നെയാണ്, യാതൊരുവിധ ബുദ്ധിമുട്ടോ ഇല്ല. താഴെ ഭാഗത്തൊക്കെ നമുക്ക് ഇടയ്ക്ക് വരും പോവുകയൊക്കെ ചെയ്യാം. ഇപ്പൊ നല്ല കുരുക്കമുണ്ട്. എന്തായാലും മുകളിലേക്ക് തന്നെ പോവാം. ഇവിടെ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ആ താഴെയാണ് നല്ല പ്രശ്നം. ആ താഴേന്നും ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കണ്ട. ഇവിടുന്ന് ഇതൊക്കെ ഉള്ളതുകൊണ്ട് കടലിൻ്റെ അത്ര ഒരു വ്യൂ കിട്ടുന്നില്ല. പക്ഷേ മുൻഭാഗത്തേക്ക് പിന്നെയും കാണാം. ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും തന്ന ഒരു നാടിനോട് വിട പറഞ്ഞ് ഞങ്ങളിതാ പോവുകയാണ്. ശ്രീലങ്കൻ തീരം എത്രയോ പുറകിലാണ് ഇപ്പോൾ. കങ്കേശന്തുറൈ ബീച്ചൊക്കെ അങ്ങ് അവിടെയാണ്. ഇന്ന് നല്ല കാലാവസ്ഥ തന്നെയാണ്, മഴയൊന്നും തന്നെ ഇല്ല. ഇതിൽ ഫെറി എന്നാണ് എഴുതിയിട്ടുള്ളത്. ശുഭം വെൽക്കം ഓൺ ബോർഡ്. അതായത് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ഫുഡിൻ്റെ ഒരു മെനു ആണ്. INRലും ചാർജ് ഉണ്ട്, LKRലും ഉണ്ട്. വലിയ മെനു എന്നല്ല, അത്യാവശ്യം നമുക്കൊരു 4 മണിക്കൂറിനുള്ളിൽ കഴിച്ച് പോകാൻ പറ്റുന്ന ഒരു ഇതാണ്. 1/2 ലിറ്റർ വെള്ളത്തിന് 15 രൂപയാണ്. അതുപോലെ തന്നെ ഓരോന്നുണ്ട്. ഇതാ പൊങ്കലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ന്യൂഡിൽസ് ഉണ്ട്, അതായത് ഈ മാഗി ആയിരിക്കാം മിക്കവാറും അതൊക്കെ. ടിക്കറ്റിൽ തന്നെ 1/2 ലിറ്റർ വെള്ളമൊക്കെ നമുക്ക് കിട്ടും, 2 പേർക്കും കിട്ടി. പിന്നെ ഇവിടുത്തെ TV ഒക്കെ ഓണായിട്ടുണ്ട്. വേറെ വല്ല പാട്ടോ സിനിമയോ എന്തെങ്കിലും ആകാം. ഒരു മാസം മുന്നേ ശുഭത്തിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ഇതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 3500 രൂപയാണ് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ്. പക്ഷേ ചില ദിവസങ്ങളിൽ 4000, 4500 ആ ഒരു റേറ്റിലും ടിക്കറ്റുകളൊക്കെ കാണുന്നുണ്ട്. ഏതായാലും ഞങ്ങൾക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് 3500 തന്നെ കിട്ടി. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ശ്രീലങ്കയിലേക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ എത്താന്ന്, അത് ഈ പറയുന്ന ഫെറി തന്നെയാണ്. കാരണം ചെറിയ പൈസക്ക് എത്താം. ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് വന്നത് ഫ്ലൈറ്റിനാണ്. അതിന് ഏകദേശം ഒരാൾക്ക് 6000, 6500 അടുത്തെത്തിണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ചിന്തിച്ചു നോക്കിയാൽ പൈസ ഏറ്റവും കുറവ് ഇതിന് തന്നെയാണ്. ഒരുപാട് പുറകിലായി ഇപ്പോൾ ശ്രീലങ്ക എന്ന രാജ്യം. മോശം കാലാവസ്ഥയുള്ള സമയത്ത് ഈ ഫെറി സർവീസ് ഉണ്ടാവാൻ സാധ്യതയില്ല. നല്ല മഴയൊക്കെയുള്ള സമയത്ത് ഇതുപോലുള്ള നല്ല കാലാവസ്ഥകൾ ഉണ്ടാകുമ്പോഴാണ് മിക്കവാറും ഇതുണ്ടാവുക. ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഈ ഒരു ഫെറി സർവീസിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കതിന്റെ ചരിത്രം കൂടെ ഒന്ന് അറിയണമല്ലോ. മുമ്പ് 1894 സമയത്ത് തൂത്തുക്കുടി നിന്ന് കൊളംബോയിലേക്ക് ഒരു ഫെറി സർവീസ് ഉണ്ടായിരുന്നു. അതായത് ഇന്ന് ചെന്നൈ, ഇന്ന് രാമേശ്വരത്തേക്ക് പോകുന്ന ബോട്ട് മേൽ എക്സ്പ്രസ് അന്ന് തൂത്തുക്കുടിയിലേക്ക് ഉണ്ടായത്. തൂത്തുക്കുടി എത്തിയ ശേഷം അവിടുന്ന് യാത്രക്കാരൊക്കെ കയറ്റി നേരെ കൊളംബോയിലേക്ക് പോകും. അത് 1914 വരെ അങ്ങനെ ഉണ്ടായിരുന്നു. 14 സമയത്ത് ആ ഒരു വണ്ടി നേരെ തൂത്തുക്കുടിയിൽ നിന്ന് നേരെ ധനുഷ്കോടി പിയർ എന്നൊരു ഭാഗത്തേക്ക് മാറുകയുണ്ടായി. അങ്ങനെ ധനുഷ്കോടി പിയർ സ്റ്റേഷൻ നേരെ തലൈമനാർ പിയറിലേക്കും ഫെറി സർവീസ് ഉണ്ടായിരുന്നു. അതൊരു 1964 വരെ ധനുഷ്കോടി ഉണ്ടായിരുന്നു. കാരണം ആ സമയത്താണ് അവിടെ ചുഴലിക്കാറ്റൊക്കെ വന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ തകർത്തെറിഞ്ഞത്. പിന്നീട് ധനുഷ്കോടി നേരെ രാമേശ്വരത്തേക്കാണ് അത് മാറ്റുകയുണ്ടായത്. പിന്നെ അങ്ങനെ രാമേശ്വരത്ത് നിന്ന് തലൈമനാർ ആ ഫെറി സർവീസ് തുടരുകയുണ്ടായി. അത് 1982 വരെ മാത്രമേ ഉണ്ടല്ലോ. കാരണം 82 സമയത്താണ് ഈ ശ്രീലങ്കയിൽ ആഭ്യന്തര കലാപമൊക്കെ പൊട്ടിപ്പുറപ്പെട്ടത്. ഈ ശ്രീലങ്കയിലെ ഈ നോർത്തേൺ ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ LTTEന്റെ അധീനതയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഫെറി സർവീസ് പൂർണ്ണമായി നിർത്തിവെക്കുകയുണ്ടായി. ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് മുതൽ ഇന്തോ സിലോൺ എക്സ്പ്രസിന് ശേഷം
ആരംഭിച്ച പ്രധാനപ്പെട്ട ഒരു ട്രാൻസിറ്റ് സർവീസാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന നാഗപട്ടണം കങ്കേശൻതുറ എന്ന് പറയാം. അപ്പോൾ ഇത് വന്ന ഒരു ചരിത്രം പറയുകയാണെങ്കിൽ 2023 ജൂലൈ 20 നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ ശ്രീലങ്ക പ്രസിഡന്റും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരുപാട് ഉഭയകക്ഷി ചർച്ചകളും നയതന്ത്രപരമായ പലതൊക്കെ നടന്നു. അങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് ചുവട് വെച്ചത്. അങ്ങനെ അതേ വർഷം തന്നെ 2023 ഒക്ടോബർ 14 ഈ പറയുന്ന ഫെറി സർവീസ് ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത്. ശേഷം കുറച്ച് ദിവസങ്ങൾക്കോ മാസങ്ങൾക്ക് ശേഷം എന്താ പറയുക, ഇത് നിർത്തലാക്കേണ്ടായി. അതായത് അത് ടെക്നിക്കൽ വിഷയം കാലാവസ്ഥപരമായിട്ട് അത് വീണ്ടും പുനരാരംഭിച്ചത് 2024 ഓഗസ്റ്റ് 16 താഴെ വന്നിരുന്നു കഴിഞ്ഞാലാണ് കടലിന്റെ നല്ലൊരു കാഴ്ച കാണാൻ പറ്റുക. തിര പോകുന്നതൊക്കെ ഇവിടെ വന്നിരുന്ന് വേണം കാണാൻ. ഇപ്പോൾ പാക്കടലെടുക്ക് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ 110 കിലോമീറ്റർ ആണ് യാത്ര ചെയ്യാനുള്ളത്. ഇനി എന്തായാലും അധിക സമയം ഇതിൽ ഇരിക്കേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ എത്തും. ഈ ഫെറി സർവീസ് നടത്തുന്നത് ഇന്ത്യക്കാരാണ്. ഇവിടെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്. ശ്രീരംഗം തിരുച്ചിറപ്പള്ളിയാണ്. പിന്നെ ചിദംബരം ക്ഷേത്രത്തിന്റെ ഒരു പിക്ക് കൂടെ കാണാം. നിങ്ങളിങ്ങനെ ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇരിക്കുന്നില്ല, എല്ലായിടത്തേക്കും നടന്ന് പോവുക. ശ്രീലങ്ക എത്തി ഞങ്ങൾ മുഴുവനായി യൂസ് ചെയ്ത സിം ഡയലോഗിന്റെ ആണ്. കാരണം ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം നമ്മളിതാ ഇന്ത്യൻ തീരത്തേക്ക് തിരികെയാണ്. മുകൾ ഭാഗത്ത് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ താഴേക്ക് പോയി. ഇവിടുന്ന് നല്ലൊരു വ്യൂ ഇല്ല. നേരത്തെ പറഞ്ഞില്ലേ, ഇത് മൊത്തം മോശമായിട്ടാണുള്ളത്. താഴത്തെ വിൻഡ്യം ഏകദേശം സെയിം തന്നെയാണ്. അത് ഈ സൈഡ് മാത്രമാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് പോയാൽ വേളാങ്കണ്ണി നമുക്ക് കാണാം. പക്ഷെ ഈ ഒരു ക്ലാരിറ്റി മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷെ നേരെ ഈ സൈഡ് ആണെങ്കിൽ പിന്നെയും ഉണ്ട്. ഇതാ ഇവിടെ നല്ല ക്ലാരിറ്റി ഉണ്ട്. പുറകു ഭാഗത്തേക്കാണെങ്കിൽ ഇതാ നമ്മുടെ ഫ്ലാഗ് ഒക്കെ പറക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. 4 മണിയായേ. വേളാങ്കണ്ണിയുടെ ഭാഗത്തേക്ക് ഇപ്പോൾ തിരികെയാണ്. വേളാങ്കണ്ണി പള്ളിയുടെ ഭാഗങ്ങളാണ് അങ്ങ് ദൂരെയായി കാണുന്നത്. എത്രയോ ദൂരെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. പള്ളിയുടെ ഏറ്റവും മുകളിലുള്ള ആ ഭാഗങ്ങളൊക്കെ ഇവിടുന്ന് കാണാം. ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഫെറി മാർഗം യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റൂട്ടില്ലേ, ഇത് കുറച്ച് സമയം കൂടുതലാണല്ലോ. ഏറ്റവും അടുത്ത് തലൈമന്നാർന്ന് ധനുഷ്കോടിയിലേക്ക് തന്നെയാണ്. അങ്ങനെ യാത്ര ചെയ്ത് നമ്മളിതാ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ബോട്ടുകളൊക്കെ കാണാം. നാഗപട്ടണം ലൈറ്റ് ഹൗസ് ആണ് ആ തൊട്ട് മുന്നിലായി കാണുന്നത്. ഇവിടെ പോർട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാല് 20 4 മണിക്കൂർ യാത്രയാണ്. നാഗപട്ടണം ബീച്ചാണ് ആ തൊട്ട് മുന്നിൽ കാണുന്നത്. ഇനി ഇതുവഴിയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഈ ഷിപ്പിന്റെ മര്യാദക്കുള്ളൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. ഇവിടുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടേ എന്തായാലും പോകുന്നുള്ളൂ. കാരണം അവിടുന്ന് ബസ് ഇറങ്ങി പെട്ടെന്ന് തന്നെ ഇതിലോട്ട് കയറിയതാണ്. ലൈറ്റ് ഹൗസ് ഇവിടെയാണ്. ഈ ഭാഗത്തൂടെ ഇതാ ബോട്ടുകളൊക്കെ പോകുന്നതാണ്. ഫെറി ഇറങ്ങി. ഇനി നേരെ ഇമിഗ്രേഷന്റെ ഭാഗത്തേക്ക്. കസ്റ്റംസിന്റെ ഒരു 1.5 ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നാഗപട്ടണം ബീച്ച് ഇവിടെയാണ്.
നമ്മൾ ശ്രീലങ്കയിലേക്ക് പോയി ഇറങ്ങുന്ന സമയത്ത് ഇത്രയൊന്നും ചെക്കിംഗ് ഉണ്ടായിരുന്നില്ല അല്ലേ? ഇന്ത്യയിൽ തന്നെയാണ് കൂടുതൽ ചെക്കിംഗ് ഉണ്ടായത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് നടന്നു പോവാം. ഇതുവഴി തന്നെയാണ്. ഇവിടെ ഈ പോർട്ടിന്റെ പുറത്തന്നെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് 1:30 ഫെറി ശ്രീലങ്കയിൽ നിന്ന് പുറപ്പെടേണ്ടത്. പക്ഷെ ചെക്കിംഗ് പരിപാടികളൊക്കെ നേരത്തെ ആയതുകൊണ്ടും ആൾക്കാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 12:20 ആകുമ്പോഴേ പുറപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മളിവിടെ നേരത്തെ എത്തിയത്. പോർട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 1 കിലോമീറ്റർ ആണുള്ളത്. ഇതിലൂടെ ഒരു ഗുഡ്സ് ട്രെയിൻ പോകുന്നത് കാണാം. ഇവിടെ പുതിയ പാലത്തിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ മുഴുവനും പൊടിയാണ്. റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ വലിയൊരു വളവാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങളെന്തെങ്കിലും കഴിക്കാനാണ് ആലോചിക്കുന്നത്. രാവിലെ കഴിച്ചാലേ ഉള്ളൂ. നേരെ പോയി നോക്കാം. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. അതുകൊണ്ട് പല കടകളും ക്ലോസ് ആണ്. ഹോട്ടൽ തപ്പി ഇപ്പം നടക്കാൻ തുടങ്ങി കുറേ ആയി. ഈ ഭാഗത്തൊന്നും കാണുന്നില്ല. ഇത് പിന്നെ ചെറിയൊരു ടൗൺ കൂടിയാണ്. ഇവിടെ സാധാരണ ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിലൊന്നും കയറാൻ പറ്റില്ല. ഇവിടെ ഒരു നല്ല റെസ്റ്റോറൻറ്റും ഇല്ല, ഒരു വൃത്തിയില്ലാത്തൊരു ഭാഗം. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഇനിയിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോവാം. റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് ഇതാണോ? ഇതുവഴി തന്നെ അല്ലേ? ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഞങ്ങൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് 47 കിലോമീറ്റർ യാത്ര ചെയ്ത് നിടമംഗലം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അവിടുന്ന് രാത്രിക്ക് കോയമ്പത്തൂരിലേക്കുള്ള ചെമ്മൊഴി എക്സ്പ്രസ്സിൽ കയറി കോയമ്പത്തൂർ ഇറങ്ങും. അവിടുന്ന് രാവിലെ നേരെ മംഗലാപുരത്തേക്കുള്ള ഇന്റർസിറ്റി ഉണ്ടല്ലോ, അതിലാണ് നേരെ നീലേശ്വരത്തേക്ക് പോകുന്നത്. ഇവിടുന്ന് ഇനിയിപ്പം നിടമംഗലത്തിലേക്ക് പോകാനുള്ള ട്രെയിൻ 6:40 കഴിഞ്ഞിട്ടാണ്. തഞ്ചാവൂർ ആ ഭാഗത്തേക്ക് പോകുന്നൊരു ലോക്കൽ ട്രെയിൻ ഉണ്ട്. അതിനെന്തായാലും പോകും. 1 മണിക്കൂർ സമയമുണ്ട് ഇനി. ഇവിടെ എന്തായാലും ഒരു അകത്തൊരു ടീ ഷോപ്പെങ്കിലും ഇല്ലാതെ നിൽക്കില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഫുഡ് കോർട്ട് ഉണ്ട്. 2 ചിക്കൻ ബിരിയാണി പറഞ്ഞേ, ഫ്രൈ ടൈപ്പിലാണ് പീസൊക്കെ. പെട്ടെന്ന് തന്നെ കഴിക്കാം. നല്ല ചൂടുണ്ട് ബിരിയാണി. 2 ബിരിയാണിക്കും കൂടെ 200 രൂപയായതേ ഉള്ളൂ. നെടുമംഗലത്തേക്ക് പോകാനല്ല ട്രെയിനിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 15 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ തന്നെയാണ് ട്രെയിൻ വരിക. ഒരു 10 മിനിറ്റും കൂടി ഉണ്ട്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി വരുന്ന ആദ്യം പറഞ്ഞത്. പിന്നീട് അത് മാറി 3-ലേക്കായി. 1-ലേക്ക് എറണാകുളം വണ്ടി വരും. ഇപ്പോൾ ഇവിടം വരെ ഉള്ളൂ. നമുക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്രയല്ലേ ആകെ പോകാനുള്ളൂ. നല്ല തിരക്കുണ്ട്. ഇല്ല, അകത്ത് സീറ്റൊക്കെ ഉണ്ട്. ഇതല്ലേ, സീറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൽ കയറാം, അതിലൂടെ ആരും കയറാനില്ല. 8 നീടാമംഗലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. വണ്ടി ഇതാ ഇവിടുന്ന് തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കി കൊണ്ടുപോവുകയാണ്. എങ്ങനെയുണ്ട് ശ്രീലങ്കൻ റെയിൽവേസിൽ നിന്ന് ഇന്ത്യൻ റെയിൽവേസിലേക്ക് വന്നപ്പോൾ ഉള്ള മാറ്റം? ആദ്യം എടുത്തു പറയേണ്ട തിരക്കാണ്. തിരക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേനെ അപേക്ഷിച്ച് ശ്രീലങ്കയിൽ വളരെയധികം കുറവാണ്. ഇവിടെ സഹിക്കാൻ പറ്റാത്ത തിരക്കല്ലേ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് 8:55 ട്രെയിൻ ഉള്ളൂ. മന്നാർഗുഡിന്ന് ട്രെയിൻ ഇതുവരെയായിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ല. അത് 8:25 അവിടെ നിന്ന് വിടും. ഇവിടെ വന്നിട്ട് ലോക്കോ റിവേഴ്സ് ഒക്കെ ഉണ്ട്. എനിക്കറിയാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ തന്നെയാണ് ചാൻസ്. നമുക്ക് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം. ഈ റെയിൽവേ സ്റ്റേഷന്റെ പകുതി ഭാഗത്ത് ലെവൽ ക്രോസിംഗ് ആണ്. ഓപ്പണായ സമയത്ത് 2 വീലേഴ്സ് ആണ് കൂടുതലായിട്ടുണ്ടായത്. 2 ഭാഗത്തും തുറന്നു. ഈ ബസ് ഇവിടത്തേക്കാ കുംഭകോണം അല്ലേ? നിടാമംഗലം ജംഗ്ഷൻ. ഇവിടെ വെയിറ്റിംഗ് റൂമൊന്നുമില്ല. അതുപോലെ തന്നെ
ഇരിക്കാനും സ്ഥലമില്ല, നല്ല തിരക്കാണ് ഇവിടെ. ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരിക. 10 മിനിറ്റിനുള്ളിൽ എന്തായാലും ട്രെയിൻ ഇവിടെ എത്തും. 8:45 ട്രെയിൻ ഇതാ കടന്നു വരികയാണ്. ഇവിടെയൊക്കെ അൺറിസർവ്ഡ് ആണ് വരിക. ഇനിയിപ്പോൾ ഇവിടെ എത്തി ഈ ട്രെയിന് ലോക്കോ റിവേഴ്സലുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ഡയറക്ഷനിലാണ് വണ്ടി പോവുക. ഞങ്ങളിതിൻ്റെ സ്ലീപ്പർ ക്ലാസ് ആണ് ബുക്ക് ചെയ്തത്, S3. ഇവിടെ ലോക്കോ റിവേഴ്സലിൻ്റെ അധികം സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മന്നാർഗുഡിയിൽ നിന്ന് വരുമ്പം തന്നെ ഇതിന് പുറകിൽ ലോക്കോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ബാങ്കർ ലോക്കോ ആയിട്ട് അവിടുന്ന് വരും. ഇനിയിപ്പം ലോക്കോ പൈലറ്റുമാർക്ക് ഇവിടത്തേക്ക് വന്ന് കയറിയാൽ മാത്രം മതി. ട്രിച്ച് വരെ ഇപ്പം കണ്ട ഒരു ലോക്കോമോട്ടീവ് ഇല്ലേ, അത് ഇതിൻ്റെ പുറകിൽ തന്നെ ഉണ്ടാവും. ഞങ്ങൾ അന്ന് പോകുമ്പോഴും ഇതുപോലെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അൺറിസർവ്ഡിലൊക്കെ നല്ല തിരക്കാണ്. തഞ്ചാവൂർ ട്രിച്ചിയൊക്കെ എത്തുമ്പം ഇതിനേക്കാളും തിരക്ക് വരും. S3 കോച്ച്, ഇതിൽ 17ഉം 18ഉം ആണ്. ഒരു മിഡിൽ ബെർത്തും ഒരു അപ്പർ ബെർത്തും RAC ഉണ്ടാകുമ്പോൾ ബുക്ക് ചെയ്തതാണ്. നല്ല കോച്ച്. ട്രെയിനിൻ്റെ അകത്ത് ഇപ്പം നിലവിൽ തിരക്കൊന്നുമില്ല. തഞ്ചാവൂർ എത്തുമ്പോഴാണ് തിരക്ക് വരിക. 9:02 നീഡാമംഗലത്ത് നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് തഞ്ചാവൂരാണ്. മൂന്നാഴ്ച മുന്നെയാണ് ഈ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. RAC 22, 23 എന്ന ഒരു നിലയിലുണ്ടാകുമ്പോൾ ബുക്ക് ചെയ്തു. ചാർട്ട് പ്രിപ്പയർഡ് ആകുമ്പോൾ 2 ബെർത്ത് തന്നെ കിട്ടി. നീഡാമംഗലത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന ടിക്കറ്റ് ചാർജ് 220 രൂപയാണ്. ഇന്ത്യൻ റെയിൽവേയിൽ എത്തിയ സമയത്ത് നമുക്ക് രാത്രി കിടന്നുറങ്ങി പോകാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടല്ലോ സ്ലീപ്പർ ക്ലാസ്സിൽ. പക്ഷേ ശ്രീലങ്കയിൽ ആ ഒരു സിസ്റ്റം ഒന്നും ഇല്ല. അതായത് രാത്രി വണ്ടിയിലടക്കം നമ്മൾ ഇരുന്നിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ മനു നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത കാര്യം. ഇതിൽ ടിക്കറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ആവും. പക്ഷേ ഇത് എത്തുന്നത് ഒരു അസമയത്താണ്. നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് കോയമ്പത്തൂർ രാവിലെ 4 മണിക്ക് എത്തും. കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെടുന്ന 12 മണിക്ക്. 9:30 തഞ്ചാവൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നല്ല തിരക്കുണ്ട്. അൺറിസർവ്ഡിലാണ് നല്ല തിരക്ക്. കോയമ്പത്തൂരിൽ ഈ ട്രെയിൻ എത്തുക പുലർച്ചെ 3:45 ട്രിച്ചി കരൂര് വഴിയാണ് കോയമ്പത്തൂർ പോവുക. അപ്പോൾ ഇന്ന് രാത്രിയിലത്തെ കാഴ്ചകൾ ഇവിടെ വെച്ച് വൈകിട്ടാണ്. നാളെ രാവിലെ കാണാം. 320 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പുലർച്ചെ 4:48 സമയം. ഇനി കോയമ്പത്തൂരിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള ഇന്റർസിറ്റി ഉള്ള ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. ഇവിടുന്ന് 6 മണിക്കാണ് ഇന്റർസിറ്റി. അത് 3-ഓ 4-ഓ പ്ലാറ്റ്ഫോമിൽ മിക്കവാറും ഉണ്ടാകാം. എന്തായാലും ഇതുവഴി നേരെ ആ ഒരു ഗേറ്റിന്റെ ഭാഗത്തേക്ക് പോവാം. 5 മണിയായി. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതാ മംഗളൂരു സെൻട്രൽ ഇന്റർസിറ്റി എക്സ്പ്രസ്. നേരത്തെ തന്നെ ഇവിടെ വണ്ടി വന്ന് കിടപ്പുണ്ട്. ഇതിലും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സിറ്റിംഗ് D2. അൺറിസർവ്ഡിലൊക്കെ സീറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ സമയത്തൊക്കെ ഇവിടെ വന്നാൽ സീറ്റൊക്കെ കിട്ടും. രാവിലെ ഓരോരോ ചായ കുടിച്ചതിന് ശേഷം ട്രെയിനിലേക്ക് കയറാം. പിന്നെ രാവിലെ ചെറുകടികളൊന്നും ഇത്ര നേരത്തെ ഒന്നും വാങ്ങിച്ച് കഴിക്കുന്നില്ല. പാലക്കാടൊക്കെ എത്തുമ്പോൾ ഇഡ്ഡലിയോ ദോശയോ അങ്ങനെ ഒന്നും വാങ്ങിച്ച് കഴിക്കാം. D2 കോച്ചിൻ്റെ ഇവിടെയൊക്കെ മലയാളത്തിൽ തന്നെയാണ് ബോർഡുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിലോട്ട് കയറാം. പക്ഷേ ഈ ഭാഗത്തെ ഡോറും തുറന്നിട്ടില്ല. ഇത് തുറന്നിട്ടുണ്ട്. എന്നാൽ ഇതുവഴി കയറാം. ഞങ്ങളാണ് ആദ്യം തന്നെ കയറുന്നത്. 59ഉം 60ഉം ആണ് സീറ്റ് നമ്പറുകൾ.
ഒരു വിൻഡോയും ഒരു മിഡിലും, അതായത് ഇവിടെയാണ്. പക്ഷെ ഈ ഭാഗത്ത് വേണ്ടായിരുന്നു. ഈ ഫേസ് ടു ഫേസ് ആയത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെ അല്ലേ. ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് ഈ കാണുന്ന ഭാഗമില്ലേ, ഇങ്ങനെ സിംഗിൾ ആയിട്ടുള്ള ഭാഗം ഇവിടെ ആയിട്ട് മതിയായിരുന്നു. ശരിക്കും അൺറിസർവ്ഡിൽ യാത്ര ചെയ്യേണ്ടതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ലോങ്ങൊന്നേ വരുന്നതായതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചു. നീലേശ്വരത്തേക്ക് ഒരാൾക്ക് സെക്കൻഡ് സീറ്റിംഗിൽ വരുന്ന ടിക്കറ്റ് ചാർജ് 145 രൂപയാണ്. ഈ കോച്ചില് ഈ സീറ്റിന്റെ ഈ ഭാഗത്ത് എവിടെയും ചാർജിങ് സോക്കറ്റുകളില്ല. അത് വലിയൊരു ഡ്രോബാക്ക് ആണ്. ആകെ ഉള്ളത് ഈ ഡോറിന്റെ ഈ ഭാഗത്ത്. ട്രെയിൻ നല്ല സ്പീഡിലൊക്കെ പോകുമ്പോൾ ഇവിടെയൊക്കെ നിന്നിട്ട് എങ്ങനെയാണ് ചാർജ് ചെയ്യാൻ പറ്റുക? അതിപ്പം പരശുറാം എക്സ്പ്രസ് ആയാലും ഇങ്ങനെയുള്ള ട്രെയിനിൻ്റെ എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ചില അൺറിസർവ്ഡ് കോച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ട്രെയിനിൻ്റെ തന്നെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ഈ ഭാഗത്തായിട്ട് ചാർജിങ് പോയിന്റ് ഉള്ളത് കാണാം. പക്ഷേ റിസർവേഷൻ കോച്ചിൽ ഈ ഭാഗത്ത് എവിടെയും തന്നെ ഇല്ല. കറക്റ്റ് 6 മണിക്ക് തന്നെ കോയമ്പത്തൂരിൽ നിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. കോയമ്പത്തൂരിനും നീലേശ്വരത്തിനിടയിൽ ഈ ട്രെയിനിൽ 10 സ്റ്റോപ്പുകളാണുള്ളത്. ഇത് ചെന്നൈയിലേക്ക് പോകുന്ന ഇന്റർസിറ്റി ആണ്. ചെറുതായി ഇപ്പം മഴയുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാടേക്ക് പോകുന്ന റൂട്ട് മനോഹരമാണ്. ചെറിയ മഴ കഴിഞ്ഞതേ ഉള്ളൂ. ദേ കോട. ഈ മലയുടെ മുകൾ ഭാഗമൊന്നും വ്യക്തമല്ല. മഴയ്ക്ക് ശേഷം തന്നെയാണ് ഈ റൂട്ട് വഴി യാത്ര ചെയ്യേണ്ടത്. ശ്രീലങ്കയിലേക്ക് പോകുന്നതിൻ്റെ ആദ്യത്തെ വീഡിയോ ഇല്ലേ, ആ വീഡിയോയിലും ഇതേ റൂട്ട് ഞങ്ങൾ വ്യക്തമായി കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നും മഴയുണ്ടായിരുന്നു, ഇന്നും മഴയില്ല. എട്ടുമടി സ്റ്റേഷൻ. തമിഴ്നാട്ടിലെ അവസാന സ്റ്റേഷനാണിത്. അടുത്തത് വാളയാറാണ്. കേരളം ഭാഗത്തേക്ക് നല്ല മഴയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവിടെ ഇപ്പൊ തന്നെ വലിയൊരു മഴ പെയ്യും. നല്ല ഇരുട്ടാണിപ്പോ. ഇത് പനയാണ്. എന്ത് ഭംഗിയല്ലേ ഇത് കാണാൻ. ഒരുപാട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ കേരളത്തിലേക്ക് കയറുകയാണ്. ഇപ്പൊ ഒരു ബോർഡ് കാണാം, വെൽക്കം ടു കേരള എന്നുള്ളത്. എവിടെയാണത്? അങ്ങനെ പാലക്കാടേക്ക് ഇതാ ട്രെയിനിൽ തിരിക്കുകയാണ്. 7:08 ഇവിടുന്ന് നമുക്ക് രാവിലെയുള്ള ഭക്ഷണം വാങ്ങിക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ഷൊർണൂരിൽ നിന്ന് വാങ്ങിക്കാം. നല്ല തിരക്കുണ്ട് ഇവിടുന്ന്. ഈ ഭാഗത്തെ ആൾക്കാരൊക്കെ ഇവിടെ നിന്നാണ് കയറുക. കണ്ടോ, ഇവിടുത്തെ ഇറക്കണ്ട. ട്രെയിൻ ഇപ്പോൾ ഷൊർണൂരെത്തി. ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ആണ് ഇവിടെ 7-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്നത്. ഷൊർണൂരിൽ നിന്ന് ഇഡ്ഡലി വടയാണ് വാങ്ങിയത്. ഒരെണ്ണത്തിന് 50 രൂപയായി. ഇത് കണ്ട, ഈ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് ഇരുന്ന് കഴിക്കാൻ പോലും മര്യാദക്ക് പറ്റുന്നില്ല. തിരൂരിൽ നിന്നൊക്കെ നല്ല ആൾക്കാരുണ്ട് കയറാൻ.
9:36 കോഴിക്കോടേക്ക് ട്രെയിൻ എത്തി. ഇവിടെ 3 മിനിറ്റ് ആയിരുന്നു സ്റ്റോപ്പ് ഉണ്ടായത്. രാവിലെ കോഴിക്കോടൊക്കെ നല്ല തിരക്കാണ്. കണ്ണൂരെത്തി. ട്രെയിനിപ്പോൾ ഒരു 14 മിനിറ്റ് മാത്രമേ ഡിലേ ഉള്ളൂ. കോയമ്പത്തൂരിൽ നിന്നും 328 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 11:45. ഈ ട്രെയിനിന് കാഞ്ഞങ്ങാടും കാസർഗോഡും മാത്രമേ സ്റ്റോപ്പുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മംഗലാപുരം. ശ്രീലങ്കയിൽ നിന്ന് തിരിച്ചു വരുമ്പം ആദ്യം കണ്ട റെയിൽവേ സ്റ്റേഷൻ കങ്കേശൻതുറൈ റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ ഇതാ ഇന്ത്യയിലെത്തി നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്റർസിറ്റിയിൽ ആകെ കിട്ടിയൊരു മോശം അവസ്ഥ അതിന്റെ സീറ്റിൻ്റെത് തന്നെയാണ്. അതായത് നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വെച്ച് ഒരു കഴിക്കേണ്ട ഒരു അവസ്ഥ. ടേബിൾ ഇല്ല. പിന്നെ നമുക്ക് കിട്ടിയ സീറ്റ് കിട്ടിയ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റിലെ യാത്രക്കാരെ നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥ. അതായത് ഫുഡ് കഴിക്കുമ്പോഴും വല്ലാത്തൊരു ഡിസ്കംഫർട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സമയം 11:50 നമ്മുടെ നാട്ടിലേക്ക് ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ പോകാണ്ട് 1 മണിക്കൂർ യാത്ര. ഇനി അങ്ങോട്ടേക്കുള്ള ബസ് ഇവിടുന്ന് 12:45 മാത്രമേ ഉള്ളൂ. മെല്ലെ നടന്ന് ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് പോവാം. ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. ഈ ശ്രീലങ്കൻ യാത്ര മനോഹരമായിട്ട് തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചു. നീലേശ്വരം റെയിൽവേ ശ്രീ മുത്തപ്പ മടപ്പുര ഇവിടെയാണ്. ടൗൺ ഭാഗത്തേക്കുള്ള റോഡ് ഇതുവഴിയാണ്. നീലേശ്വരത്ത് നിന്ന് ബസ് കയറിയിരിക്കുകയാണ്. ഇനി 1 മണിക്കൂർ യാത്രയുണ്ട്.
കഴിച്ചോ? എടാ എടാ ഇങ്ങോട്ട് ഭക്ഷണം കഴിച്ചോ? കിടന്നു. ഈ ഒരു ശ്രീലങ്കൻ യാത്രയിൽ അവിടെയുള്ള മുഴുവൻ പ്രൊവിൻസുകളിലും ഞങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കാലാവസ്ഥ മോശമായത് കൊണ്ട് മാത്രം കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾ ഒഴിവാക്കിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ശ്രീലങ്കൻ യാത്രയ്ക്ക് മുന്നേ തന്നെ ഞാനും മനുവും കൂടെ ചേർന്ന് ഒരുപാട് സ്ഥലങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു യാത്രയ്ക്ക് എന്താ പറയുക മുന്നൊരുക്കം നടത്തിയത്. കാരണം അല്ലാതെ ഞങ്ങൾ വേറൊരു എന്താ പറയുക ഒരു ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ശ്രീലങ്കൻ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായില്ല. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ശ്രീലങ്കയിലേക്ക് നമുക്ക് എളുപ്പത്തിൽ ഇന്ത്യക്കാർക്ക് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ്. എടുത്തു പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ. എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ എത്തിയ ജനങ്ങളുടെ ബിഹേവിയറാണ്. നല്ല രീതിയിൽ നമുക്ക് അവിടെയുള്ള ആളുകൾ നമ്മളോട് പെരുമാറ്റം, ഇതൊക്കെ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ പോയി വരാൻ സാധിക്കും. നമ്മളിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരാണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ശ്രീലങ്കക്കാർക്ക് ഒരു നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മളോട് ചോദിക്കുക തമിഴ്നാടാണോ കേരളമാണോ, കേരളം എന്നൊക്കെ പറഞ്ഞു തന്നാലുണ്ടല്ലോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഓപ്പണായിട്ട് പറയാം, ഞങ്ങൾ ഒരുപാട് അത് അനുഭവിച്ചറിഞ്ഞു. ഓട്ടോ ഡ്രൈവർ ആയാലും ബസ് ജീവനക്കാരായാലും നമ്മളൊരു കടയിൽ പോയിട്ട് ഫുഡ് വാങ്ങാനായാലും എന്ത് വന്നാലും കേരളം എന്ന് പറഞ്ഞാലും ശ്രീലങ്കക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശ്രീലങ്കൻ യാത്രയ്ക്ക് എത്ര രൂപ ചെലവായി, അവിടെ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി, ഏതാണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാൽ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ എന്തായാലും അടുത്ത ദിവസം ഉണ്ടാക്കാം. അതുപോലെ തന്നെ മൺസൂൺ സമയത്തെ നല്ലൊരു വീഡിയോസ് ഒക്കെ ആയിട്ടാണ് അടുത്ത ദിവസം വരാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഇപ്പം ഇനി നല്ലൊരു മഴക്കുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ശ്രീലങ്കൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇനിയും ഒരുപാട് രാജ്യത്തേക്ക് പോകാനുള്ള ഭാഗ്യം എന്തായാലും ഉണ്ടാവട്ടെ അല്ലേ. ശ്രീലങ്കയിൽ തന്നെ ഞങ്ങൾ ഒരു ഓൾ ശ്രീലങ്ക യാത്രയായിരുന്നു. ഇതന്നെ തുടങ്ങിയത് ജാഫ്ന മുതലാണല്ലോ. അതെ. അപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ മെമ്മറീസ് കൊണ്ടുവന്നിരിക്കും. ബൈ.